നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കയും വൈറ്റ് ഹൌസും സന്ദർശിക്കുവാൻ ലയോ 14 പാപ്പയെ ക്ഷണിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് പാപ്പയ്ക്ക് കത്ത് കൈമാറി. US വൈസ് പ്രസിഡന്റ് JD വാൻസും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ലയോ 14 മാർപ്പാപ്പയുമായി നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയിലാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പയെ അമേരിക്ക സന്ദർശിക്കുവാൻ ക്ഷണിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മെലനിയ ട്രംപും ഒപ്പിട്ട കത്താണ് കൈമാറിയത്. കൂടിക്കാഴ്ചയെ ഹൃദ്യമായ സംഭാഷണമെന്നാണ് വത്തിക്കാൻ വിശേഷിപ്പിച്ചത്. ഇടുക്കി തോമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നാരങ്ങാനത്തെ കൈവശ ഭൂമിയിലെ കുരിശ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ. കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് 5 ഇടവകകളിലെ വിശ്വാസികളാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൈവശാവകാശ രേഖയുള്ളതും പട്ടയാപേക്ഷ നൽകിയിട്ടുള്ളതുമായ ഭൂമിയിൽ നിന്നാണ് വനം വകുപ്പ് കുരിശ് നീക്കം ചെയ്തതെന്ന് പള്ളി അധികൃതർ പറഞ്ഞു. ഏപ്രിൽ 11-നാണ് സംഭവം നടന്നത്. കത്തോലിക്ക സഭയിൽ അംഗങ്ങളായ 7 യുവാക്കളെ മെക്സിക്കോയിൽ കൂട്ടക്കൊല ചെയ്തു. മെയ് 10-ന് പ്രാദേശിക ഇടവക സംഘടിപ്പിച്ച ആഘോഷത്തിന്റെ അവസാനത്തിലാണ് ഈ കുറ്റകൃത്യം നടന്നത്. സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ തകർന്ന ഒരു വാനും 7 പേരെ മരിച്ച നിലയിലും കണ്ടെത്തി. കൊല്ലപ്പെട്ട 7 പേരും വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത്. ലിയോൺ അതിരൂപതയുടെ ആസ്ഥാനമായ ലിയോൺ നഗരത്തിന്റെ വടക്ക് കിഴക്കായുള്ള സാൻ ഫെലിപ്പ് മുനിസിപ്പാലിറ്റിയിലാണ് കൂട്ടക്കൊല നടന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉത്തരവാദിത്തപ്പെട്ടവരെ പിടികൂടണമെന്നും നീതി നടപ്പാക്കണമെന്നും പോലീസിനോട് ബിഷപ്പ് കാൽഡറോൺ ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ ഒരാഴ്ച നീണ്ട തടവിനു ശേഷം സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികന് മോചനം. തട്ടിക്കൊണ്ടുപോയ വൈദികൻ ഫാദർ വാലന്റൈൻ എംബൈബാരമിനെ മോചിതനായ വിവരം ഗരുവ ആർച്ച് ബിഷപ്പ് ഫൗസ്റ്റിൻ അംബാസയാണ് സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 7-നാണ് വൈദികനടങ്ങുന്ന സംഘത്തെ തട്ടിക്കൊണ്ടുപോയത്. വൈദികന് നേരെ നിൽക്കുവാൻ കഴിയാത്തതിനാൽ അവർ അദ്ദേഹത്തെ മർദ്ദിച്ച് നടക്കുവാൻ നിർബന്ധിച്ചുവെന്നും വെളിപ്പെടുത്തലുണ്ട്. വൈദികനെ മോചിപ്പിക്കുവാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വൈദികന്റെ മോചനത്തിനായി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും നന്ദി അർപ്പിക്കുന്നതായും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. ലിയോ 14 മാർപ്പാപ്പയെ ആദരിക്കുന്നതിനായി ഷിക്കാഗോ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 2025 ജൂൺ 14-ന് ഷിക്കാഗോ വൈറ്റ് ഫോക്സിന്റെ ആസ്ഥാനമായ റേറ്റ് ഫീൽഡിലാണ് പരിപാടി നടക്കുക. സമാധാനം, ഐക്യം, അർത്ഥവത്തായ ജീവിതത്തിന്റെ താക്കോൽ എന്നിവയെക്കുറിച്ചുള്ള ലിയോ 14 മാർപ്പാപ്പയുടെ സന്ദേശം ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്ന് അതിരൂപത അഭിപ്രായപ്പെട്ടു. വൈറ്റ് ഫോക്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംഗീതം, ചലച്ചിത്രം, സാക്ഷ്യങ്ങൾ, പ്രാർത്ഥന എന്നിവ ഉൾപ്പെടും. കുർബാനയോടെ അവസാനിക്കും. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.